ശോഭന ചെയ്ത ക്യാരക്ടർ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ സിനിമ തീരാറാവുന്ന സമയത്താണല്ലോ ഈ സിനിമയുടെ ലെയറുകൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ അപ്പോഴാണ് എനിക്ക് തോന്നുന്നതും അപ്പോൾ ഇങ്ങനത്തെ ഇതിലൂടെ കടന്നുപോയൊരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കാം ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഒരു വശം. അതുകൂടാതെ ശോഭനയുടെ വോയിസ് ഡബ് ചെയ്യണ്ട എന്നുള്ളതൊരു ഒരുപാട് ആലോചിച്ചെടുത്തൊരു അതാ ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരി തന്നെ ചെയ്താൽ മതി, വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്. അത് ഇപ്പം കേൾക്കുന്ന ഒരു രസം കിട്ടുന്നത് അതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാവേലി ഞങ്ങളത് ഭയങ്കരമായിട്ട് അനുഭവിച്ചതാണ്. പോളി ചേച്ചി ഡബ് ചെയ്തിട്ട് പോളി ചേച്ചിയുടെ ശബ്ദം പോളി ചേച്ചി അറിയുന്നവർക്ക് എല്ലാവർക്കും ആ ശബ്ദം എളുപ്പത്തിൽ പിടികിട്ടും അത് പോളി ചേച്ചിയാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതായത് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കാണുമ്പം പോളി ചേച്ചിയുടെ ശബ്ദവും വേറൊരാളുടെ രൂപവും കാണുമ്പം അത് പോളി ചേച്ചിൻ്റെ ശബ്ദമല്ലേ എന്നാണ്. അറിയാത്തവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് ആ ഉമ്മയാണ് അത്. അപ്പം അത് ഇവിടെ അതേമാതിരി തന്നെ വരുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കര സ്വീറ്റ്, ആ ഒരു റഫ്നെസ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ശബ്ദത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മാം ഡബ് ചെയ്താൽ മതി. കാരണം അവരുടെ ആ തമിഴ് മലയാളം മിക്സിന് ഭയങ്കര രസമുണ്ട്. കാരണം ആ ക്യാരക്ടറും തമിഴ് ലേഡി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം അവരിപ്പോൾ കുറച്ച് വർഷമായിട്ട് കേരളത്തിലാണ്. അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി മലയാളം വരും, എന്നാലും തമിഴും കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പരിപാടി. അത് അവർ ഡബ് ചെയ്തപ്പോൾ, കാരണം അവർ മാം സെറ്റിൽ ഡയലോഗ് പറയുമ്പോൾ അതിനൊക്കെ ഒരു രസമുണ്ട്, പൈലറ്റ് വോയിസിൽ ഭയങ്കര രസമുണ്ട്. അപ്പം മാമിനെ ഡബ് ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. എപ്പോഴെങ്കിലും മാം ചോദിച്ചോ നമുക്ക് വേറെ ഡബ് ചെയ്യണം? വേണ്ട, അർജുൻ അശോകൻ ചെയ്തത് അർജുൻ അശോകൻ ആയിരുന്നില്ല ആദ്യം ചെയ്യാനായിരുന്നു. അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. തരുൺ പറയൂ ലാസ്റ്റ് മിനിറ്റ് വരെ ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ആദ്യം വേറൊരാളായിരുന്നു നമ്മൾ അപ്രോച്ച് ചെയ്തത്. ആ ആള് ചില സംഗീത കാരണത്താൽ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ അച്ചു ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു, അർജുൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. കാരണം കുറച്ചും കൂടി റൈസ് ആവണല്ലോ, കുറച്ചും കൂടി ചൂടാവണമല്ലോ, കാരണം ചിരിക്കുന്നൊന്നുമില്ലല്ലോ. അവൻ നല്ലായിരിക്കും, മോനെ ഒന്ന് വിളിച്ചു നോക്കാൻ. അങ്ങനെ ഇവനെ വിളിക്കലും എപ്പോഴാണ് വേണ്ടത്, ഞാൻ വരാം. കാരണം ഓൻ ലാലൻ്റെ കൂടെ അഭിനയിച്ചില്ല. അവൻ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൻ വന്നു. ആ ഭയങ്കര രസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ നിന്നൊരു പോയിന്റിലെത്തിയിട്ട് പിന്നീട് താഴോട്ട് ഇറങ്ങാത്തവരാണ് ഇവർ രണ്ടുപേരും. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ പുറത്തുനിന്ന് നോക്കുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അവസരങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു, നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു, നമ്മളെത്തുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുകൾ, ഇതിനു വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നവരും ഇതെല്ലാം ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അതിലോട്ട് വരണം. പക്ഷേ കഷ്ടപ്പാടുകളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് പേരറിയാം, നമ്മുടെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ നേരിട്ടിട്ടും ഒക്കെ വന്ന് പറയേണ്ട ചേട്ടാ ഒരുപാട് വർഷമായി നമ്മൾ. കാരണം താൻ പാതി ദൈവം പാതി, ഞാൻ അങ്ങനെ അതിനെ വിശ്വസിക്കുന്നത്. ആ ദൈവം പാതി ഭാഗ്യമാണത്. ആ പാതി എന്ന് പറയുന്നത് നമ്മൾ ആ 100% കൊടുത്തേ മതിയാവുള്ളൂ ആ പാതിക്ക്. അതെ.